അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പയെന്ന് പറഞ്ഞാലതാ. അങ്ങനെ ഓരോന്നും അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, മകളെ ഫാത്തിമ, ഒരടിമയെ ചോദിച്ച് നീ വീട്ടിൽ വന്നിരുന്നല്ലോ, നിനക്ക് സഹായത്തിന് വേണ്ടി ഒരടിമയെ ചോദിച്ച് നീ വീട്ടിൽ വന്നിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നാര മകളോട് ചോദിക്കുന്നു, ഫാത്തിമ, സഹായത്തിന് അടിമയ വേണോ, അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? സഹായത്തിന് ഒരു അടിമയ വേണോ, അതോ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറഞ്ഞു, നന്മ മതി വാപ്പാ. അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന നന്മ എന്താണ് വാപ്പാ? അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നാര മകളോട് ആ പാതിരാത്രിയിൽ പറഞ്ഞു കൊടുത്ത നന്മയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ ഫാത്തിമ, എന്റെ പൊന്നുമോള് കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയണേ, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയണേ, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയണേ. ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ പ്രതിഫലം കിട്ടുന്ന നന്മയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിങ്ങൾ ചോദിക്കും, സിറാജ്, ഇത് പറയാനാണോ അരമണിക്കൂർ എടുത്തത്? ഇത് പറയാനാണോ അരമണിക്കൂർ എടുത്തത്? നമുക്കിത് ചെറുതായി പോയടോ, നമുക്കിത് ചെറുതായി പോയടോ. നമുക്ക് കേവലം ഒരു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. എന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ കിട്ടുന്ന പ്രതിഫലം വലുതാഭങ്ങള്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരു ദിവസം പോലും ഫാത്തിമ മുടക്കിയിട്ടില്ല. 29-ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ലോകത്തോട് വിട പറഞ്ഞത്. ആ മരിക്കുന്ന ദിവസവും ഫാത്തിമ മുടങ്ങാതെ പറഞ്ഞ ദിക്റാ. അലിയാര് തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകൻ പറയുകയാണ്, ഞാനും മുടക്കിയിട്ടില്ല. ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം, ആ ഒരു നന്മ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് പറഞ്ഞു തന്നതിന് ശേഷം ഇന്നുവരെ ഞാൻ മുടക്കിയിട്ടില്ല. ഇനി മരിക്കുവോളം ഞാൻ മുടക്കുകയുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറഞ്ഞ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നത് വരെ പറഞ്ഞ, അലിയാര് തങ്ങൾ മരിക്കുന്നത് വരെ പറഞ്ഞ ആ ഒരു ദിക്റുണ്ടല്ലോ, അത് ചെറുതല്ല സഹോദരാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, കഴിയുമോ സഹോദരാ, പെങ്ങളെ, കഴിയുമോ പൊന്നുമോള്, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും, ഉസ്താദ്, ഇന്ന് വഅദ കഴിഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവസാന കിടപ്പറയിൽ വന്ന് കിടക്കാ പോകുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് ഇന്നത്തെ ഒരേ ഒരു ദിവസം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പറയാ തീരുമാനിക്കുക. പെങ്ങളെ, തീരുമാനിക്കു പെങ്ങള്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ, നബി തങ്ങളല്ലേ പറഞ്ഞു കൊടുത്തത്, ഫാത്തിമ ചെയ്തതാണല്ലോ, അലിയാര് തങ്ങൾ ചെയ്ത നന്മയാണല്ലോ. ഇൻഷാ അല്ലാഹ് ഞാനും ചെയ്യും ഉസ്താദേ, ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ഒരു രാത്രി, നാളെ വേണോന്ന് ഞാൻ പറയണില്ല, ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഞാൻ പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ ഈ ദിക്ർ പറഞ്ഞിട്ട് ഇന്നത്തെ രാത്രി ഞാൻ കിടന്നുറങ്ങൂ എന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇന്നത്തെ ഒറ്റ രാത്രി
കൈപൊക്കിയോ? അള്ളാഹുവെ, ആരെല്ലാം ഈ മജ്ലിസിലിരുന്ന് കൈപൊക്കിയോ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ. അള്ളാഹുവെ, ഈ കൈപൊക്കിയവർക്ക് നീ ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാനെ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ റഹ്മാനെ. ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഈ കൈപൊക്കിയവർക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ഒന്നുകൂടെ കൈ പൊക്കിക്കേ, ചെയ്യാമെന്ന് നിയത്ത് ചെയ്യുന്നവര് കണ്ടോ? പൊങ്ങിയത് കണ്ടോ? ഇപ്പൊ കൈയൊക്കെ പൊക്കലെത്തിവേ. എന്താടാ റാഫി, നീ പൊക്കണില്ലേ? എല്ലാരും പൊക്കിയോ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇനി പൊക്കാത്തവൻ പൊക്കണ്ട, അവനെ പൊക്കിപ്പിക്കാൻ ഞാനൊന്നും വിചാരിച്ചാൽ പറ്റൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ കൈ പൊക്കാൻ പറഞ്ഞപ്പോ എല്ലാവരും പൊക്കി. പക്ഷെ ഈ പൊക്കിയവർക്കൊന്നും പറയാൻ പറ്റണമെന്നില്ല. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എല്ലാവർക്കും പറ്റും. എന്നാൽ ഇന്ന് രാത്രി നീ വീട്ടിൽ ചെന്നു, ഭക്ഷണമെല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ വരുമ്പോ നിന്റെ മനസ്സ് പറയുന്നുണ്ട്, സിറാജ് പറഞ്ഞതല്ലേ, സിറാജ് പറഞ്ഞതല്ലേ, ആ ഒരു നന്മ ചെയ്യാം, ആ നന്മ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച നിങ്ങൾ രക്ഷപ്പെട്ടു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഉറക്കെ ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒന്നാമത്തെ സ്വഭാവമതാ, ഒന്നാമത്തെ സ്വഭാവമതാ. ഇനി രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, വയദുഊനനാ റഗബൻ വറഹബാ. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകണോ? ആ പ്രവാചകന്മാരുടെ രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? ആ പ്രവാചകന്മാരുടെ രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? വയദുഊനനാ റഗബൻ വറഹബാ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ, അവര് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരാ. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, ദുഃഖം വന്നാലും, ദുരിതം വന്നാലും, പടച്ചവനെ എന്ത് വലിയ തല പോകുന്ന വിഷയം വന്നാലും അവര് പടച്ചവന്റെ മുമ്പിൽ കൈനീട്ടുന്നവരാണ്. അവർ പ്രതീക്ഷ കൈവിടാത്തവരാണ്. അവർക്കൊരിക്കലും പ്രതീക്ഷ കൈവിടാറില്ലടോ. അവർക്കറിയാം അവരുടെ റബ്ബ് സഹായിക്കുമെന്ന്. ആരൊക്കെ കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടൂല. ആരൊക്കെ എന്നെ ഒഴിവാക്കിയാലും എന്റെ റബ്ബെന്നെ ഒഴിവാക്കൂല. എന്റെ ഉമ്മയെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് എന്റെ റബ്ബാ. വയദുഊനനാ റഗബൻ വറഹബാ. ഖുർആൻ പറയുന്ന രണ്ട്, അവരുടെ ജീവിതത്തിൽ എന്തു പ്രയാസം വന്നാലും, എന്ത് വിഷയം വന്നാലും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ട്, അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളും ദുആ ചെയ്യൂലേ? നിങ്ങളും ദുആ ചെയ്യില്ലേ? നമ്മളെല്ലാരും ദുആ ചെയ്യുന്നവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരി ചിന്തിക്കുകയാണ്, ഉസ്താദേ ഞാൻ ദുആ ചെയ്യാറുണ്ട്. പെങ്ങള് ചിന്തിക്കുന്നത് ഞാൻ ദുആ ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എങ്ങനെ ദുആ ചെയ്യുന്നവരാണെന്നറിയുമോ? നമ്മുടെ ദുആ കണ്ടാൽ ഇബ്ലീസിന് പോലും ചിരി വരികയാണ്. നമ്മൾ ദുആ ചെയ്യുന്നത് കണ്ടാൽ ഇബ്ലീസിന് പോലും കോമഡി തോന്നുകയാണ്. നമ്മുടെ ദുആയല്ല, നമ്മുടെ ദുആയല്ല, നമ്മൾ ഷോ കാണിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ദുആ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? യഥാർത്ഥത്തിൽ ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? 40, 50, 60 വയസ്സുള്ള വാപ്പമാരിവിടെ ഇരിക്കുന്നല്ലോ. മുടിയൊക്കെ നരച്ചുപോയ പ്രായം ചെന്ന ഉമ്മ, നീ ജീവിതത്തിൽ
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് നിനക്കറിയുമോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് നിനക്കറിയുമോ? നിനക്ക് ദുആ ചെയ്യാൻ പോലും അറിയില്ല, നമുക്ക് ദുആ ചെയ്യാൻ പോലും അറിയില്ല. അല്ലാഹു പറയുകയാണ് വയദുഊനനാ റഗബൻ വറഹബാ. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ വാപ്പായിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാ വാപ്പ എവിടെ പോകും? നേരെ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് ദുആ ചെയ്യും. വാപ്പാടെ പ്രശ്നം മാറും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പോഴോ കടത്തിനെ പോയിരിക്കും, അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കാൻ പോയി. ഇന്നത്തെ അവസ്ഥ ഏതാ? ഇവിടെ പണ്ടുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ പള്ളിയിൽ പോയി ദുആ ചെയ്യും, തീർന്നു അവിടെ പ്രശ്നം. നമ്മുടെ ഉമ്മമാരെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സിയം മഖാമിലോ ഏതെങ്കിലും മഖാമിൽ പോയിട്ട് ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യും, അവരുടെ പ്രശ്നം തീരുമായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ദുആ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കൈപിടിക്കണ്ടേ ഒന്ന് കാണിച്ചേ. കൈപിടിക്കേണ്ടത് എങ്ങനെ കാക്കാവെന്ന് കാണിച്ചേ. പള്ളിയിൽ പോയി നോക്കണം. ഉസ്താദ് ദുആ ചെയ്യണ സമയത്ത് തളർത്തി ഇങ്ങനെ ഇട്ടിരിക്കുക, വേണമെങ്കിൽ തന്നാ മതി അല്ലാഹ്. ഇങ്ങനെ ഇരിക്കണേ. മോഹൻലാൽ ഫാൻസിക്കാരനാ, ഇടത് സൈഡാ, ഇങ്ങനെ ഇരിക്കുന്നത്. വേണമെങ്കിൽ തന്നാ മതി പടച്ചവനെ. ദുആ ചെയ്യുന്ന സമയത്തൊന്ന് കൈ പിടിക്കാൻ നമുക്ക് വയ്യ. സദ്യ ഉണ്ടെന്നവനെ പോലെ ഇരിക്കുന്ന, ഇലയിട്ടിട്ട് വെട്ടി വിഴുങ്ങാൻ ഇങ്ങനെ ചമ്മണം കൂട്ടിയിരിക്കുക, ഇരിക്കാൻ പോലും നമുക്കറിയണില്ല. ഉസ്താദ് ദുആ ചെയ്യുന്ന സമയത്ത് ആമീനിന്റെ ശബ്ദമൊക്കെ വള്ളിയിലുണ്ടോ? പാപ്പാടെ വായി നോക്കണം, നാക്കുവല്ലോ ഉണ്ടോ അല്ലാഹ്. പൊതുയോഗത്തിൽ പോണം, അപ്പൊ അറിയാം വാപ്പായ്ക്ക് നാവുണ്ടോന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ പോലും എന്റെയും നിങ്ങളുടെയും നാവ് പൊങ്ങാറില്ല. എന്നാ ദുആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹ് തന്നെ പറയുന്നു പെങ്ങളെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ആ ഫിർദൗസിന്റെ അവകാശികളുടെ ദുആ അല്ലാഹു ഖുർആനിൽ തന്നെ പറയുകയാണ്. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് പോകുന്നവരാണല്ലോ, പടച്ചവനെ ബീച്ച് കാണാൻ പോകുന്നവരാണല്ലോ. കടലിന്റെ തിരമാലകൾ നിങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ വരുമ്പോ പേടിച്ചു ഓടുകയാണ്. കാരണം പേടിയാണ്. ആ തിരമാലയുടെ ഉള്ളിൽ വീണുപോയാൽ രക്ഷപ്പെടാൻ കഴിയില്ലടോ. അതുകൊണ്ട് നമ്മൾ പേടിച്ചു മാറുന്നവരാണ്. എങ്കിൽ നിങ്ങൾ ആരെങ്കിലും കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ? കടലിന്റെ ഉള്ളിലേക്ക് പോകണം സഹോദരാ. പോകും തോറും വല്ലാത്ത ആഴമാണ്. നടുകടലിലെങ്ങാനും ഒരു മനുഷ്യൻ വീണുപോയാൽ, ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് നടുകടലിൽ കൊണ്ടുപോയിട്ട് ഞാനെങ്ങാനും വെള്ളത്തിലേക്കിട്ടാ രക്ഷപ്പെടുമോ ചെറുപ്പക്കാരാ? എത്ര നീന്തൽ അറിയുന്നവനാണെങ്കിലും രക്ഷപ്പെടാൻ വഴിയില്ല പെങ്ങളെ. ആ കടലിൽ കിടക്കുന്ന ഏറ്റവും വലിയ മീനാണ് തിമംഗലം എന്ന് പറയുന്ന മീൻ. അത് കടലിലെ ഏറ്റവും വലിയ മത്സ്യമാണ്. അങ്ങനെ ഞാൻ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ ചെറുപ്പക്കാരന് ആ മീനെങ്ങാണം വിഴുങ്ങിയ സുബ്ഹാനല്ലാഹ് പറവങ്ങളെ രക്ഷപ്പെടുമോ? തിമംഗലം എന്ന് പറയുന്ന മീൻ ഒരു മനുഷ്യനെ വിഴുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് അവൻ രക്ഷപ്പെടുന്നത്? മീനിന്റെ വയറ്റിലാണ്, കടലിന്റെ അടിയിലാണ്. സാധാരണ മീനല്ല, ഏറ്റവും വലിയ തിമംഗലമാണ്. എന്നാ നിങ്ങൾ ഖുർആൻ നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകന്റെ ചരിത്രം പറയുകയാണ്. മോനെ, KGF-ന്റെ കഥയല്ലടാ, എമ്പുരാന്റെ കഥയല്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുകയാണ്. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് നടുകടലിലേക്ക് വലിച്ചെറിയുകയാണ്. നടുകടലിലേക്ക് വലിച്ചെറിയുകയാണ്. യൂനുസ് നബി കടലിന്റെ വെള്ളത്തിന്റെ അകത്തിങ്ങനെ മുങ്ങുമ്പോ തിമംഗലം എന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ്. യൂനുസ് നബി മീനിന്റെ വയറിനകത്ത് കിടക്കുകയാണ്. അല്ലാഹ് പറ
പറമോനെ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? പറ ചെറുപ്പക്കാരാ, പറ പെങ്ങള്, കടലിനടിയിൽ കിടക്കുന്ന തിമിംഗലത്തിന്റെ വയറിനകത്ത് കിടക്കുന്ന യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ രക്ഷപ്പെടുത്താൻ ആർക്കാ മക്കളെ കഴിയുക? ആ മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ അറിയാം എന്റെ റബ്ബെന്നെ കൈവിടില്ലെന്ന്. ആരൊക്കെ കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന് യൂനുസ് നബിക്കറിയാ. ആ ഏതെല്ലാം വാതിലടഞ്ഞാലും ഒരു വാതിൽ റബ്ബ് തുറക്കുമെന്ന് യൂനുസിനറിയാ. ആ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് അവിടെ നിന്ന് വിളിക്കുകയാ, വനാദാ ഫിൽളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എവിടെ കടന്നാ വിളിച്ചതെന്നറിയുമോ? കടലിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന കടലിലെ ഏറ്റവും വലിയ മത്സ്യമായ തിമിംഗലത്തിന്റെ വയറിനകത്ത് കിടക്കുമ്പോഴും യൂനുസ് വിളിക്കുന്നു, വനാദാ ഫിൽളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, അല്ലാഹുവേ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ, എന്നെ സഹായിക്കണേ അല്ലാ. ഖുർആൻ തന്നെ പറയുകയാണ്, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് എങ്ങാനും അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കടക്കേണ്ടി വരുമായിരുന്നു. ചെറുപ്പക്കാരാ, ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഒരു പോറല് പോലും ഏൽക്കാതെ ആ യൂനുസ് നബിയെ ആ മീൻ തന്നെ കരയിലേക്ക് കൊണ്ടുവന്ന് ജീവനോടെ തിരിച്ചു തന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, വാപ്പാ, ഇതിനാ ദുആ എന്ന് പറയുന്നത്. ഉമ്മമാരെ, നിന്റെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ദുആ ചെയ്താ അല്ലാഹു വെറും കയ്യോടെ മടക്കൂല. ഇങ്ങനെ ദുആ ചെയ്താ എന്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന് പറയുന്ന വിശ്വാസമുണ്ടല്ലോ. വയദുഊനനാ റഗബൻ വറഹബാ. ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ക്യാൻസർ ഏതാണെന്നറിയുമോ? ഈ ഉമ്മത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയുമോ? നിരാശയാടോ, നിരാശയാണ്. ആർക്കും അല്ലാഹുവിനെ വിശ്വാസമില്ല. ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നിരാശയാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. താത്താമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, താത്താമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ കരുണ കാണിക്കും. നീ മുമ്പോട്ട് കയറിയിരുന്ന ആ പുറകിലിരിക്കുന്ന ഉമ്മ നനയാതെ ഇരിക്കും. ഒന്ന് മുമ്പോട്ട് കയറിക്ക്. തിരിഞ്ഞു നോക്കല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു നോക്കല്ലേ. ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയുള്ള അവസ്ഥ അറിയാലോ. മുമ്പോട്ട് കയറിക്കും. അൽഹംദുലില്ലാ, മഴ പെയ്തു, അൽഹംദുലില്ലാ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി ആരും ഇറങ്ങി ഓടത്തില്ലല്ലോ, ഇനി ആരും ഇറങ്ങി ഓടത്തില്ലല്ലോ. ഇത്രയും നേരം പറഞ്ഞ കാക്ക കേറ്, കാക്ക കേറ്, കാക്ക. മഴ പെയ്തപ്പോ കാക്ക തന്നെ കേറി. അല്ലാഹു ആ കാക്കയ്ക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. കേറ് കേറ് കേറ്, എല്ലാം കേറിക്കോ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. മഴ പെയ്ത ഞാൻ സന്തോഷത്തില്ല. കാരണം എന്തേ? മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കേറിക്കോ, കേറ്. നിങ്ങളൊന്ന് കേറിയാലേ എനിക്ക് പറയാൻ പറ്റൂ. നിങ്ങൾ എന്താ ഇപ്പൊ സിറാത്ത് പോലെ ഇഴയുന്ന പോലെ അവിടെ കൂടെ മിന്നലിന്റെ വേഗത്തിൽ ആൾക്കാർ പോണേ. ഒന്ന് കേറിയിരിക്കും. അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു. നരകത്തിൽ ഇങ്ങനെ കുടിപ്പിക്കുമെന്നല്ലേ? നരകത്തിൽ ഇങ്ങനെ ചീഞ്ചലൊക്കെ കുടിച്ചു കഴിഞ്ഞാല്
മനുഷ്യന്റെ ആ കുടിക്കുമ്പോ ഇങ്ങനെ ഉരുകി പോകുന്ന തിരി ചൂടുവെള്ളം കുടിച്ചപ്പോ എല്ലാം ഉരുകി. ശരി, അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇരിക്കുതാത്താമാരെ നിങ്ങൾ എന്താപ്പാ ഇരിക്കറോ? എല്ലാം അടുത്ത അമ്മായിയമ്മയുടെ കൂടെ ഇരിക്കാനുള്ള വിഷമാണെന്ന് തോന്നുന്നു. ഉസ്താദ് പിടിച്ച് അള്ളാഹു എല്ലാത്തിനെയും നന്നാക്കി തരുമാറാകട്ടെ. ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് നിരാശയാ. എനിക്ക് രോഗമായി, ഇനി മാറത്തില്ല, എല്ലാ മരുന്നും കഴിച്ചു, ഇനി മാറൂല്ല. എത്ര കാലമായി പടച്ചവനെ അള്ളാഹിനോട് ദുആ ചെയ്യുന്ന രോഗം മാറ്റിത്തരാം, അള്ളാഹ് മാറ്റി തരുന്നില്ല, ഇനിയിപ്പോ പോട്ടെ അനുഭവിക്കാം. എത്ര കാലമായി പടച്ചവനെ ഒരു വീട് ചോദിച്ചിട്ട് അള്ളാഹ് വീട് തരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി, 10-20 കൊല്ലമായി, മക്കളുടെ റബ്ബ് തരുന്നില്ല, ഇനി തീർന്നു. ഭാര്യ പറയുകയാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇക്കാടെ കുഴപ്പമാ. അങ്ങനെ ഭാര്യ പറയുന്നു, മക്കളില്ലാത്ത ഭാര്യയും ഭർത്താവിന്റെ അവസ്ഥ ആലോചിക്കേ. പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു അത്ര എനിക്ക് കുഴപ്പമൊന്നുമില്ല, മരുമോന്റെ കുഴപ്പമാ, ഇക്കാടെ കുഴപ്പം, അദ്ദേഹത്തിന് കൗണ്ടിങ് ഇല്ല, ജീവനില്ല, അതാ പറയാ. ഭർത്താവ് പറയുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓൾക്കാ കുഴപ്പം, അവൾക്ക് പീരീഡ്സ് നേരെയാകുന്നില്ല, എന്തോ അതാണ് മറ്റേതാണ് മറിച്ചതാണ്, പിന്നെ പ്രായമായില്ലേ, 10, 35, 40 വയസ്സായി, ഇനി എങ്ങനെ മക്കളുണ്ടാവും, തീർന്നു. പെണ്ണ് പറയുന്നു ഭർത്താവിന്റെ കുഴപ്പം, ഭർത്താവ് പറയുന്നു ഭാര്യയുടെ കുഴപ്പം. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആയിഷ ബീവിക്കും മക്കളില്ല, ആരുടെ കുഴപ്പമാ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? നബി തങ്ങൾക്കും ആയിഷ ബീവിക്കും മക്കളുണ്ടോ? ഉണ്ടോ? ഇല്ല. ആരുടെ കുഴപ്പം? ആയിഷയുടെ കുഴപ്പമോ നബി തങ്ങളുടെ കുഴപ്പമോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിന്റെ രോഗം മാറ്റാൻ അള്ളാഹിക്ക് പറ്റത്തില്ലേ? എടാ, പച്ചവെള്ളം കുടിച്ചാൽ മതി രോഗം മാറാൻ. അല്ല വിചാരിച്ചാൽ പച്ചവെള്ളം കുടിച്ചാൽ മതി, നിന്റെ രോഗം മാറും. ഒറ്റ ദിവസം കൊണ്ട് നിന്നെ സമ്പന്നനാക്കാൻ അള്ളാഹിക്ക് കഴിവുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് സമ്പന്നനാക്കാൻ നിന്റെ അള്ളാഹിക്ക് കഴിയില്ലേ? നിനക്ക് മക്കളെ തരാൻ അള്ളാഹിന് കഴിയില്ലേ? നിനക്ക് വീട് തരാൻ അള്ളാഹിന് കഴിയില്ലേ? നീ കഴിയത്തില്ല എന്നാ പറയുന്നത്. നിരാശ പാടില്ലടോ, നിരാശ വൻഭാവമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിരാശ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, പ്രതീക്ഷ വേണം. എന്റെ റബ്ബെനിക്ക് തരും. മക്കളില്ലാത്തവരോട്, കഷ്ടപ്പെടുന്നവരോട് ഞാൻ പറയുന്നു, നീ ഒരിക്കലെങ്കിലും ദുആ ചെയ്തിരുന്നെങ്കിൽ നിന്റെ പ്രയാസം മാറൂലേ? ഞാൻ പറയുന്നത്, ഒരിക്കലെങ്കിലും ഒന്ന് ദുആ ചെയ്തിരുന്നെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ചോദിക്കേണ്ട രീതിയിൽ ഒരിക്കലെങ്കിലും നീ ദുആ ചെയ്തിരുന്നെങ്കിൽ നിന്റെ പ്രയാസം മാറിയേനെ, നിന്റെ ബുദ്ധിമുട്ട് മാറിയേനെ, നിനക്കും മക്കൾ അല്ലാഹു തന്നേനെ. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ചോദിക്കുമ്പോ പ്രതീക്ഷയില്ല? എങ്ങനാ ദുആ ചെയ്യണ്ടേ? എങ്ങനാ ദുആ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് അല്ലാഹു പറയുകയാ. അല്ല തന്നെ പറയുകയാ, സിറാജ് പറഞ്ഞതല്ല. വയദുഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ജീവിതത്തിൽ പ്രയാസങ്ങളുമായി നടക്കുന്നവര്, എപ്പോഴും സങ്കടത്തോടെ നടക്കുന്ന ഉമ്മ, നിനക്ക് ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാ. നിന്റെ റബ്ബാരാണെന്നറിയുമോ? നമ്മുടെ റബ്ബാരാണെന്നറിയുമോ? ആ റബ്ബിന് കഴിയാത്തതൊന്നുമില്ലടോ. നിങ്ങളെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ടല്ലോ, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടല്ലോ, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിന്റെ അകത്ത് മറിയമെന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരുകയാണ്. മറിയമെന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുകയാണ്. എങ്ങനെയാണ് മറിയം പള്ളിക്കകത്ത് പോയത്? ജുമാ നിസ്കാരിക്കാൻ പോയതല്ല. ആ മറിയം എങ്ങനെയാണ് പള്ളിക്കകത്ത് പോയതെന്നറിയുമോ? ഈസാ നബിയുടെ ഉമ്മയാണ്. മറിയമിന്റെ ഉമ്മ ഗർഭിണിയായപ്പോ അല്ലാഹുവേ, അവിടെന്ന് വിചാരിച്ചു ആൺകുട്ടിയാണെന്ന്. അതുകൊണ്ട് റബ്ബിനോട് പറഞ്ഞു, അല്ലാ, എന്റെ മോനെ പള്ളിക്ക് കൊടുത്തേക്കാമല്ലാ. അങ്ങനെ പടച്ചവനെ നേർച്ച ചെയ്യുകയാണ്. പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി പോയി. പറഞ്ഞ നേർച്ച പാലിച്ചു പെങ്ങള്. പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. പള്ളിയിലെ ഇമാമാരാണെന്നറിയുമോ? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബിയാണ് പള്ളിയിലെ ഇമാമ്. അല്ലാഹുവേ, ആ പള്ളിയിലെ ഇമാം
ഇമാമാണ് മറിയമിനെ വളർത്തുന്നത്. ഒരു ദിവസം പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറി ചെല്ലുമ്പോ മറിയം എന്ന് പറയുന്ന പൊന്നുമോള് പഴം തിന്നുകയാണ്. സക്കരിയാ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല, അത് സക്കരിയാ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. പടച്ചവനെ, ആ പഴത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് മറിയം ഇരുന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നത്. സക്കരിയാ നബിക്ക് അത്ഭുതമായി. അല്ലാഹുവേ, പടച്ചവനെ, ഓരോ പഴത്തിനും സീസൺ ഉണ്ടടോ, ഓരോ പഴത്തിനും സീസൺ ഉണ്ടടോ. ആ സമയത്താണ് ഈ പഴം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുന്നു, മോളെ മറിയമേ, ഈ പഴം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മറിയമിന്റെ മറുപടി എന്തെന്നറിയുമോ? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ സക്കരിയാ നബിയോട് പറയുന്നു, ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്, എന്റെ റബ്ബനിക്ക് തന്നതാ, എന്റെ റബ്ബനിക്ക് തന്നതാ. അല്ലാഹുവേ, ആരാ സക്കരിയാ നബി എന്നറിയുമോ? കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ലാതെ സങ്കടത്തോടെ നടക്കുന്ന പ്രവാചകരാ. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി മക്കളില്ലാതെ സങ്കടപ്പെട്ട് നടക്കുന്ന പ്രവാചകനാണ്. വൃദ്ധനായ പ്രവാചകനാണ്, പ്രായം ചെന്ന പ്രവാചകനാണ്. പെങ്ങളെ കേൾക്കണേ മോളെ, 30 അല്ല 40 അല്ല 50 അല്ല 60 അല്ല 70 അല്ല 80 അല്ല 100 വയസ്സ് കഴിഞ്ഞുമ്മാ. 100 വയസ്സ് കഴിഞ്ഞ പ്രവാചകനാണ് സക്കരിയാ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തന്റെ കൈകൾ ഉയർത്തുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാ, പ്രായമായി റബ്ബേ, ഞാൻ വൃദ്ധനാണല്ലാ, കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി റബ്ബേ, എനിക്കിതുവരെ സന്താനമായിട്ടില്ല, എനിക്കിതുവരെ മക്കളുണ്ടായിട്ടില്ല. സക്കരിയാ നബി അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വസ്തഅല റഅസു ശൈബാ വലൻ അഖും ബിദുആഇക റബ്ബി ശഖിയാ. എനിക്ക് പ്രായമായല്ലാ, എല്ലുകൾ പൊടിയുന്നു അല്ലാ. പടച്ചവനെ, എല്ലിൽ നിന്ന് എന്റെ തൊലികൾ പോലും വിട്ടിരിക്കുന്നു പടച്ചവനെ. എനിക്കും മക്കളില്ല തമ്പുരാനെ, എന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഉമ്മാ, സക്കരിയാ നബിയുടെ ഭാര്യയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞു പെങ്ങള്. അല്ലാഹുവിനോട് പറയുകയാ, വകാലത്ത് ഇംറഅതി ആഖിറാ, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാ, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാ. പെങ്ങളെ, 50 വയസ്സ് കഴിഞ്ഞ മെൻസസ് നിലയ്ക്കുമല്ലോ. മെൻസസ് നിലച്ച പെണ്ണിനു മക്കൾ എങ്ങനെ ഉണ്ടാകാനാണ്? അല്ലാഹുവേ, സക്കരിയാ നബി അല്ലാഹുവോട് പറയുകയാ, എനിക്ക് പ്രായമായി, എന്റെ ഭാര്യയ്ക്ക് പ്രായമായി, ഞങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾക്ക് മക്കളില്ല തമ്പുരാന്. പക്ഷേ നാഥാ, നിനക്ക് പവറുണ്ടല്ലാ, നിനക്ക് കഴിയും പടച്ചവരെ, നിനക്ക് കഴിയും പടച്ചവരെ. എനിക്കൊരു മോനെ തരാറ്, എനിക്കൊരു കുഞ്ഞിനെ തരാറ് നിനക്ക് കഴിയുമല്ലാ. അതുകൊണ്ട് റബ്ബേ, എനിക്കൊരു പൊന്നുമോനെ വേണമല്ലാ. എന്തൊരു പ്രതീക്ഷയെന്നറിയുവോ, എന്തൊരു പ്രദേശയെന്നറിയുവോ? വയസ്സാങ്കാലത്ത് ഒരു റബ്ബിനോട്, വയസ്സാങ്കാലത്ത് ഒരു നബി അല്ലാഹുവോട് പറയുകയാ, എനിക്കൊരു മോനെ വേണം തമ്പുരാനെ, തന്നേ പറ്റുപടച്ചവന്. നിനക്ക് പവറുണ്ട് തമ്പുരാനെ, നിനക്കതിനുള്ള കഴിവുണ്ട് തമ്പുരാനെ. അല്ലാഹുവിനോടൊരു മകനെ വേണമെന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്തു പെങ്ങളെ.
അല്ല എങ്ങനെയാണ് വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി. അല്ല പറഞ്ഞത് അല്ലാഹുവോട് ചോദിക്കാനാ. ചോദിച്ചാ തരും പെങ്ങളെ. അല്ലാഹുവിന് കഴിയാത്തതൊന്നുമില്ല. അല്ലാഹുവിന് ലോകത്ത് കഴിയാത്തതൊന്നുമില്ല. ഒരു അല്ലാഹുവിന് തരാൻ ഒരു തടസ്സവുമില്ല. അല്ലാഹുവോട് പറഞ്ഞു എനിക്കൊരു മോനെ വേണമെന്ന്. അല്ല കൊടുത്ത മകനാരാണെന്നറിയുമോ? മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാം. മക്കൾക്ക് യഹ്യാ എന്ന് പേരിടണേ, മക്കൾക്ക് യഹ്യാ എന്ന് പേരിടണേ. ആ യഹ്യാ എന്ന പേരിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അത് അല്ല വെച്ച പേരാണ്. അല്ല വെച്ച പേരാണ് യഹ്യാ. ലോകത്ത് ഒരാൾക്കും അതിനു മുമ്പ് യഹ്യാ എന്ന് പേരില്ല. അല്ലാഹു വെച്ച പേരാണ് യഹ്യാ. അങ്ങനെ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അങ്ങനെ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ്. റബ്ബേ, യഹ്യാ നബിയുടെ ചരിത്രം വായിച്ചാൽ ഏതൊരു മനുഷ്യനും കരയുമടോ, ഏതൊരു മനുഷ്യനും കരയുമടോ. കരയാതെ യഹ്യാ നബിയുടെ ചരിത്രം വായിച്ചു തീർക്കാൻ കഴിയില്ല. അല്ലാഹുവേ, പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന പ്രവാചകനാണ് യഹ്യാ നബി. സുജൂദിൽ വീണാൽ ദിവസങ്ങളോളം കിടക്കുമായിരുന്നു. യഹ്യാ നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ല് കിളിച്ചു വരുമായിരുന്നു പെങ്ങള്. അതുപോലെ കരഞ്ഞിരുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കണേ. അല്ല ഒരിക്കലും നമ്മളെ കൈവിടൂല. അല്ലാഹു ആര് കൈവിട്ടാലും നമ്മളെ കൈവിടൂല. അതുകൊണ്ട് ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശികളുടെ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? വയദുഊനനാ റഗബൻ വറഹബാ. അവൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ദുആ ചെയ്യും. എടോ, വയസ്സാം കാലത്ത് 100 വയസ്സ് കഴിഞ്ഞ നബി 90 വയസ്സ് കഴിഞ്ഞ തന്റെ ഭാര്യ പ്രസവിക്കുവോ? ആ പ്രവാചകനാണ് അള്ളാഹുടെ മുമ്പിൽ ചെന്നിട്ട് തൻ്റെ സങ്കടം മുഴുവനും പറഞ്ഞു, തൻ്റെ അവസ്ഥ പറഞ്ഞു. എന്നിട്ട് അള്ളാഹിനോട് പറയാ, നിനക്ക് പറ്റൂ ഒരു കുഞ്ഞിനെ തരാ, നീ തന്നേ പറ്റൂ പടച്ചവനെ. ദുആ ചെയ്തിട്ട് വാങ്ങിച്ച മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എല്ലാത്തിനും മരുന്നുണ്ട്, എല്ലാത്തിനും മരുന്നുണ്ട്. ഖുർആനിൽ മരുന്നില്ലാത്ത ഒന്നുമില്ല. മൂന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ്, വകാനൂ ലനാ ഖശീൻ. അല്ല പറയുന്ന മൂന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? വകാനൂ ലനാ ഖശീൻ. അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ആ ഫിർദൗസിന്റെ അവകാശികൾക്ക് പടച്ചവനെ വല്ലാത്ത പേടിയാണ്, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ്. ആർക്കാടോ അല്ലാഹുവിനെ പേടിയുള്ളത്? വഅദ് പറയുന്ന സിറാജിനില്ലല്ലോ, വഅദ് കേൾക്കുന്ന നിങ്ങൾക്കുമില്ലല്ലോ. നമ്മളിൽ ആർക്കാ അല്ലാഹുവിനെ പേടിയുള്ളത്? അല്ലാഹുവിനെ പേടിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വഅദിന്റെ ആവശ്യമില്ലല്ലോ. അല്ലാഹ് ആരാണെന്ന് പോലും എനിക്കറിയില്ല, അല്ലാഹ് ആരാണെന്ന് പോലും നമുക്കറിയില്ല. അല്ലാഹുവിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ലടോ. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ റബ്ബേ, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആകില്ലായിരുന്നു. നമ്മൾ അല്ലാഹുവേ ഒരിക്കലും നമ്മുടെ സ്വഭാവം ഇത്രത്തോളം അതപ്പതിക്കില്ലായിരുന്നു. മുസ്ലിം സമുദായത്തിന്റെ അഹങ്കാരം എത്രയോ വലുതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ. എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ടെന്നുള്ള ചിന്ത വേണേ ചെറുപ്പക്കാരാ. എല്ലാം ഒരു ദിവസം അവസാനിക്കും പൊന്നുമോനെ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ, 5 നേരം നിസ്കരിക്കൂ, നല്ല കാര്യങ്ങൾ ചെയ്യൂ. മക്കളെ കള്ളുകുടിയും കഞ്ചാവും ഒക്കെ നിർത്തൂ, ദുസ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കൂ. പെങ്ങളെ നല്ല കാര്യങ്ങൾ ചെയ് പൊന്നുമോളെ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ പെങ്ങളെ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കരുത്. ഇതൊക്കെ പറയുമ്പോ ഇന്നത്തെ പുതിയ തലമുറ പറയുന്നത് എന്താണ്? ഉസ്താദേ,
ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം ആസ്വദിക്കാനുള്ളതാ. നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്ന ലോകത്ത് ജീവിക്കാനുള്ളതൊന്നുമല്ല. പടച്ചവനെ എത്ര പറഞ്ഞു കൊടുത്താലും ഇന്നത്തെ തലമുറ പറയുന്നത് നിങ്ങൾ എത്ര വഴു പറഞ്ഞാലും ഞങ്ങൾ നന്നാകുകയില്ല. അല്ലാഹുവേ, എന്തൊരു അഹങ്കാരമാണെന്നറിയുമോ, എന്തൊരു ധിക്കാരമാണെന്നറിയുമോ ഇന്നത്തെ സമുദായം, ഇന്നത്തെ യുവതലമുറയ്ക്ക്. പടച്ചവനെ, അല്ലാഹുവിനെ വിശ്വാസമില്ല, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ല. അതൊക്കെ കെട്ടുകഥയാണെന്ന് പറയുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദീനനുസരിച്ച് ജീവിക്കൂ. ജീവിക്കുന്നത് വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോന്നോരോന്നായി കാറ്റിൽ പറത്തുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, വഖഫ് പോലും ഇപ്പം പടച്ചവനെ വഖഫ് ബില്ല് കേന്ദ്രം പാസാക്കിയിരിക്കുകയാണ്. പടച്ച റബ്ബിന്റെ മേൽ പോലും അവര് കൈവച്ചിരിക്കുകയാണ്. എവിടെ എത്തിയിരിക്കുന്ന സഹോദരാ? കാരണം അധികാരം അവരുടെ കയ്യിലാണ്, സർവ്വതും അവരുടെ കയ്യിലാണ്. മുസ്ലിമിനോട് പറയുകയാ, നീ പേടിക്കണ്ട, നീ പേടിക്കണ്ട. ഇനി നമ്മളെ സഹായിക്കാൻ ഒരാൾക്കേ കഴിയൂ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അല്ലാഹുവിന് മാത്രമേ ഇനി നമ്മളെ സഹായിക്കാൻ കഴിയൂ. അതുകൊണ്ട് നീ അല്ലാഹു പറയുന്നതനുസരിച്ച് ജീവിക്കൂ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹു പറയുന്നതനുസരിച്ച് ജീവിക്കുന്നവന് അല്ലാഹു സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ ഒരിക്കലും നീ ഭയപ്പെടണ്ട. ഒരാൾക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ലോകം മുഴുവനും നിനക്കെതിരെ തിരിഞ്ഞു വന്നാലും മോനെ, പടച്ച റബ്ബ് നിന്റെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും പരാജയപ്പെട്ടു പോകും സഹോദരാ. അതാണ് ബദർ പഠിപ്പിച്ചത്, അതാണ് ഉഹദ് പഠിപ്പിച്ചത്, അതാണ് ഖൈബർ പഠിപ്പിച്ചത്, അതാണ് ഹന്ദഖ് പഠിപ്പിച്ചത്. ഇസ്ലാമിന്റെ സർവ്വയുദ്ധങ്ങളും പഠിപ്പിച്ചത് തോറ്റുപോയത് അല്ലാഹുവിന്റെ മുമ്പിലുള്ള വിശ്വാസത്തിന്റെ മുമ്പിലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അവനവന്റെ വീട്ടിൽ ദീൻ കൊണ്ടുവാ, അവനവന്റെ വീട്ടിൽ ദീൻ കൊണ്ടുവാ. മക്കളെ പഠിപ്പിക്കേണ്ട സമയമാണ്. മദ്രസകൾ തുറന്നിരിക്കുകയാണ്. അല്ലാഹുവേ, കൊച്ചുമക്കളെ കൊണ്ടുപോയിട്ട് മദ്രസയിൽ കൊണ്ടുപോയി അല്ലാഹ് ആരാണെന്ന് പഠിപ്പിക്കൂ, നിബിധങ്ങൾ ആരാണെന്ന് പഠിപ്പിക്കൂ, പരിശുദ്ധമായ ദീൻ എന്താണെന്ന് പഠിപ്പിക്കൂ. പടച്ചവനെ, 3ഉം 4ഉം 5ഉം ക്ലാസ് ആയി കഴിഞ്ഞാൽ മക്കളുടെ പഠനം അവസാനിപ്പിക്കുന്ന മാതാപിതാക്കള് അല്ലാഹ് നൽകിയ അമാനത്താ. 5ാം ക്ലാസ്സായ മക്കളുടെ പഠനം നിർത്തുകയാണ്. ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അല്ലാഹു നൽകിയിരിക്കുന്ന അമാനത്താ മക്കള്. ആ അമാനത്തായ മക്കളെ പഠിപ്പിക്കണേ, നല്ല മക്കളാക്കണേ, ദീനിയെ ചുറ്റുപാടിൽ വളർത്തണേ. അതാണ് ദീനില്ലാത്തവർക്ക് പിന്നെ ഒന്നുമില്ലടോ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, 4 കാര്യങ്ങളാണ് വിവാഹം കഴിക്കുമ്പോ പരിഗണിക്കേണ്ടത്. അതിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഫളുഫറു ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. പണമുള്ളതിനെയല്ല, സൗന്ദര്യം കൂടിയതിനെയല്ല, കുടുംബ മഹിമ കൂടിയതിനെയല്ല. എടാ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. എന്തുകൊണ്ടാണ് ദീന് പരിഗണിക്കാൻ പറയുന്നത്? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിർത്തുകയാ പെങ്ങള്. ഏത് ഉസ്താദന്മാര് വഅദ് പറയുമ്പോഴും ഞങ്ങളെ കുറ്റം പറയുന്നു എന്ന് പറയുന്ന പെങ്ങളുണ്ടല്ലോ, വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. നീ നന്നായേ പറ്റൂ, നീ നന്നായേ പറ്റൂ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ദീനാണ് പരിഗണിക്കേണ്ടത്. അതിനെന്തേ കാരണം? ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. തന്റെ ജനങ്ങളുടെ പ്രയാസങ്ങൾ അറിയാൻ ഇങ്ങനെ നടക്കും. അങ്ങനെ നടന്ന് അവസാനം സുബഹിന്റെ സമയമായി പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്നു. ഒരു വീടിന്റെ അകത്ത് ഉമ്മയും മകളും കൂടെ വഴക്ക് നടക്കുകയാണ്. എന്താ പ്രശ്നം? എന്താ? ഉമർ തങ്ങളൊന്ന് നോക്കി, ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല, എന്താ പ്രശ്നമെന്നറിയാൻ. അപ്പൊ ഉമ്മ മകളോട് പറയുന്നുണ്ട്, പാലിൽ വെള്ളം ഒഴിക്കാൻ.
പാലിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഉമ്മ മോളെ നിർബന്ധിക്കുന്നുണ്ട്. മോൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇത് വഞ്ചനയാ, ഇത് പാപവാ, ഞാൻ ചെയ്യൂല. അപ്പൊ ഉമ്മ മകളോട് പറയുന്നു, നീ ഞാൻ പറയുന്നത് കേൾക്കും, മര്യാദയ്ക്ക് പാലിന്റെ അകത്ത് വെള്ളം കലർത്ത്. അപ്പൊ മകൾ ഉമ്മച്ചിയോട് പറഞ്ഞു, ഉമ്മ രാജ്യം ഭരിക്കുന്നത് ഉമറാ, രാജ്യം ഭരിക്കുന്നത് ഉമറാ, ഞാൻ പാലിൽ വെള്ളം കലർത്തിയത് ഉമർ അറിഞ്ഞ നമ്മളെ രണ്ടുപേരെയും വെറുതെ വിടൂല. അപ്പൊ ഉമ്മ ചോദിക്കുന്നുണ്ട്, ഉമർ എങ്ങനെ അറിയാനാ, ഓൻ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ, നീ മര്യാദയ്ക്ക് വെള്ളം ഒഴിക്ക്. അപ്പൊ ഈ കുട്ടി ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഉമർ ഉറങ്ങുമായിരിക്കും, അല്ല ഉറങ്ങുന്നില്ല ഉമ്മ. ഒരു പെൺകുട്ടി ഉമ്മാനോട് പറയാ, ഉമ്മ ഖലീഫ ഉമർ കാണുന്നില്ലരിക്കും, അല്ല കാണുന്നുണ്ട് ഉമ്മ, ഞാൻ ചെയ്യൂല. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ഉമർ തങ്ങൾ ആ വീട് നോക്കി വെച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാളെ പറഞ്ഞു വിട്ടു, ആ മോൾ ആരാന്ന് അന്വേഷിക്കാൻ. അങ്ങനെ അവിടെ ചെല്ലുമ്പോ ആ പെണ്ണൊരു യതീമായിരുന്നു, ഒരു യതീമായ മകളാ. ഉമ്മ നല്ലവളാ, മോശക്കാരിയൊന്നുമല്ല. പിന്നെ പാലിൽ വെള്ളം കലർത്താൻ പറയാനുള്ള കാരണം, വീട്ടിലാകെ ഉള്ളത് ഒരു ഒട്ടകമാ. ഈ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തിട്ടാണ് അവര് ജീവിക്കുന്നത്. ഒരാഴ്ചയായിട്ട് പാലില്ലാത്തത് കാരണം ആ വീട് പട്ടിണിയിലായിരുന്നു. ആ വീട് പട്ടിണി. അങ്ങനെ ഇരുന്നപ്പോഴാ ഒരു ദിവസം ഇത്തിരി പാല് കിട്ടി. ഉമ്മ പറഞ്ഞു, ഒരാഴ്ചയായിട്ട് പട്ടിണിയാ മോളെ, നീ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താ തിന്നാൻ വല്ലതും കിട്ടുമല്ലോ. നീ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുമല്ലോ, അതുകൊണ്ടാ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അപ്പോഴും ആ മോള് പറഞ്ഞത് ഞാൻ ചെയ്യില്ല എന്നാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തന്റെ വീട്ടിൽ പോയി, രാജ്യത്തിന്റെ പ്രസിഡന്റാ, ഭരണാധികാരിയാ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, തന്റെ വീട്ടിൽ പോയിട്ട് 2 ആമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, ആ മക്കളെ, ഒരു യതീമായ പെണ്ണുണ്ട്, പാവപ്പെട്ടവളാ, പണമൊന്നുമില്ല, യതീമ, വലിയ തറവാടൊന്നുമില്ലടാ, പക്ഷെ ഹൃദയത്തിൽ അല്ല ഉണ്ടടാ മക്കളെ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ വീട്ടിൽ പോയിട്ട് തന്റെ ആമക്കളെ വിളിച്ചിട്ട് പറയാ, ഒരു പെങ്കൊച്ചുണ്ട്, പണമില്ല, കൊട്ടാരമില്ല, കുടുംബമഹിമയില്ല, യതീമ്, പാവപ്പെട്ട ഒരു പെണ്ണുണ്ട്, പക്ഷെ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ല ഉണ്ടടാ, എനിക്ക് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പ്രായമായത് കാരണം ഞാൻ കല്യാണം കഴിക്കുന്നില്ല, നിങ്ങൾ ആരെങ്കിലും കെട്ടുവോ? നിങ്ങൾ 2 പേരിൽ ആരാ ആ പെങ്കൊച്ചിനെ കല്യാണം കഴിക്കണേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലയുടെ മൂത്ത മകൻ പറഞ്ഞു, എനിക്ക് വേണം വാപ്പച്ചി ആ പെണ്ണിനെ. പെണ്ണിനെ പോലും കണ്ടില്ല, ആരും പെണ്ണിനെ പോലും കണ്ടില്ല, സൗന്ദര്യമുള്ളവളാണെന്ന് അറിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങളിൽ ആരാ മോനെ അല്ല ഹൃദയത്തിൽ ഉള്ള ഒരു പെണ്ണുണ്ട്, ആരാ കല്യാണം കഴിക്കണേ? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം വാപ്പച്ചി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ തങ്ങളുടെ മകനാണ് ആ പെണ്ണിനെ കെട്ടിയേ. നിനക്കിനി ഒരു ചരിത്രം അറിയുമോ? 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അറിയോ ചരിത്രം? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം നിനക്കറിയോ? വായിച്ചു നോക്കു പോയിട്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായി. അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാ. തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായപ്പോ പോയി കുളിച്ച് റെഡിയായി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പോയി കുളിച്ച് റെഡിയായി. എന്നിട്ട് കഫൻ തുണിയും എടുത്തുകൊണ്ട് മരിക്കാൻ തയ്യാറായി തന്റെ വീടിന്റെ അകത്ത് കയറി വന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയെ അടുത്ത് വിളിച്ചു, ഫാത്തിമ ഇങ്ങ് എടുത്തുവാ, ഞാൻ പോവാ, ഫാത്തിമ ഞാൻ പോവാ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, അതുകൊണ്ട് നീ എനിക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെടണം എനിക്ക്. തന്റെ ഭാര്യയോട് പൊരുത്തം ചോദിച്ചു, ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചു. അവിടെ നിന്ന് വസിയ്യത്തുകൾ കൊടുത്തു. പരസ്പരം ഇങ്ങനെ സംസാരം നീണ്ടുപോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തന്റെ ഭാര്യയോട് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയാൻ തുടങ്ങി. കാരണം ഭർത്താവ് മരിക്കാൻ പോവാ. അപ്പോഴാണ് ചോദിക്കുന്നത്, ഫാത്തിമ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയുകയാണ്. അപ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നത്, എങ്കിൽ നീ പുറത്തിറങ്ങ്, നീ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്, റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ ചോദിക്കുകയാണ്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, ഈ സമയത്തല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, ഫാത്തിമ, ഇന്നി അറാ ഖലഖൂ ലൈസൂ ബി ഉനാസിൻ വലാ
ഫാത്തിമ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല. എന്റെ വെളിയിലിറങ്ങ്, റൂമിന്റെ വെളിയിലിറങ്ങ്, എന്നെ കാണാൻ അതിഥികൾ വരുന്നു ഫാത്തിമ. അല്ലാ മലക്കതാ പറയുകയാണ്, മനുഷ്യരും ജിന്നുകളും അല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. ഒന്ന് പുറത്തിറങ്ങുമോള്, ഒന്ന് പുറത്തിറങ്ങുമോള്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വാതിലടച്ചിട്ട് വെളിയിലിറങ്ങി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വാതിലടച്ച് പുറത്തിറങ്ങി. ഫാത്തിമ കരയുകയാണ്. കാരണം ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിൽ വീടിന്റെ അകത്ത് കിടക്കുകയാണ്. റബ്ബേ, ആരോ കാണാൻ വരുന്നെന്ന് പറഞ്ഞല്ലോ, തന്റെ ഭർത്താവിനെ ആരോ കാണാൻ വരുന്നെന്ന് പറഞ്ഞല്ലോ. ആരാ കാണാൻ വരുന്നത്? ഓടി ചെല്ലുകയാണ്. അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് പറയുന്നത് എന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ. തന്റെ ഭാര്യ വീടിന്റെ പുറത്തിറക്കിയത് എന്തിനെന്നറിയുമോ? റൂമിന്റെ പുറത്തിറക്കിയത് എന്തിനെന്നറിയുമോ? അസ്റായിൽ വരികയാ റൂഹ് പിടിക്കാൻ. അതുകൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക യാ അസ്റായീൽ. ഫാത്തിമയുടെ കൈകാല് വിറയ്ക്കുകയാണ്. തന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകളെ കടന്നു വന്നിരിക്കുകയാണ്. തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാ? തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാ? ഭാര്യ ഒളിഞ്ഞു നോക്കുകയാ. അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോ, ചെറുപ്പക്കാരാ, ഖുർആൻ ഓതുന്നടാ മോനെ. നിസ്കാരം കഴിഞ്ഞിട്ടല്ല, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. സാധാരണ ആയത്തല്ല. ഏതായത്താ ഓതിയതെന്നറിയുവോ? തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അതാ പടച്ചവന്റെ ഖുർആനിലെ ആയത്ത് ഓതുകയാണ്. തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. വാതിലിന്റെ പഴുതിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മരണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഭർത്താവ് പറയുകയാ, ഫാത്തിമ, ഫാത്തിമ, വൽ ആഖിബതു ലിൽ മുത്തഖീൻ. നല്ല മരണം കൊടുക്കുന്നത് ആർക്കാണെന്നറിയോ? അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത് ആർക്കാണെന്നറിയോ? അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ ഫാത്തിമ. അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സഹാദത്ത് കലിമ പറയുകയാണ്. അനക്കമില്ല, ഭർത്താവ് അനങ്ങുന്നില്ല. വാതിൽ തുറന്നിട്ട് ഓടി ചെല്ലുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുകയാ. എന്തൊരു സുഗന്ധമെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെന്ത് സുഗന്ധമെന്നറിയുമോ? അല്ലാഹുവേ, നാട് മുഴുവനും അറിയുകയാണ്. ജനങ്ങൾ മുഴുവനും കാണാമെന്നടോ. വന്നവര് മുഴുവനും പറയുന്നു, എന്തു മരണമാ, എന്തു മരണമാ, എന്തൊരു പ്രകാശമാ, എന്തൊരു സുഗന്ധമാ. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, കൊണ്ടുപോയി പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് ഇറക്കി
വെച്ചു. ഖബറടക്കി കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ല, ഒരാളും പോകുന്നില്ല. എല്ലാവരും പള്ളിപ്പറമ്പിൽ നിൽക്കുകയാണ്. പള്ളിയുടെ പരിസരം മുഴുവനും ജനമാണ്. അവര് പറയുന്നത്, റബ്ബേ എന്തൊരു മരണമാട് പടച്ചവരെ, എന്തൊരു സുഗന്ധമാട് പടച്ചവരെ. അല്ലാഹുവേ ഖുർആൻ ഓതിയല്ലോ, ഇസ്രായേലിനോട് സലാം പറഞ്ഞല്ലോ. ഇങ്ങനെ ഒരു മരണം കിട്ടാറുള്ള കാരണം എന്താണ്? ജനങ്ങൾ മുഴുവനും പറയുകയാണ്. അങ്ങനെ എല്ലാവരും തിരിച്ചു പോയടോ. ആ ജനാസ ഖബറടക്കാമെന്ന ജനങ്ങൾ മുഴുവനും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുറ്റത്ത് ചെന്നു. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ, സങ്കടപ്പെടുത്താമെന്നതല്ല, വേദനിപ്പിക്കാമെന്നതല്ല, നീ ധൈര്യക്കുകയാണ്. നിന്റെ ഭർത്താവിന്റെ മരണത്തിൽ നീ വല്ലാത്ത വേദനയിലാണ്. ഞങ്ങൾ എന്തിനാണ് വന്നതെന്നറിയുമോ? ഞങ്ങൾ എന്തിനാണ് വന്നതെന്നറിയുമോ? ഒരേ ഒരു കാര്യം ചോദിക്കാനാണ് ഫാത്തിമ, ഒരേ ഒരു കാര്യം ചോദിക്കാനാണ്. ഞങ്ങൾക്കറിയേണ്ടത് എന്തെന്നറിയുമോ? നിന്റെ ഭർത്താവ് അസ്രായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആൻ ഓതിയല്ലോ, ശഹാദത്ത് കലിമ പറഞ്ഞല്ലോ. നിന്റെ ഭർത്താവിന് വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ, വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ. ഞങ്ങളും മരിക്കേണ്ടവരാ, ഞങ്ങളും മരിക്കേണ്ടവരാ. ഇതുപോലെ ഒരു നല്ല മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താണ് ഫാത്തിമ? ഒരു നാട് മുഴുവനും വന്ന് ചോദിച്ചപ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സറിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സദക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു മനുഷ്യരെ കണ്ടിട്ടില്ല. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്റെ ഭർത്താവിന് അല്ലാഹനെ വല്ലാത്ത പേടിയാ, എന്റെ ഭർത്താവിന് അല്ലാഹനെ വല്ലാത്ത പേടിയാ. അല്ല എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് ആരെന്നറിയോ? എന്റെ ഭർത്താവ് ആരെന്നറിയോ? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരിക്കൽ രാത്രി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ നാവിൽ നിന്ന് അല്ലാ എന്ന വാക്ക് വീണു. ഞാൻ അല്ലാ എന്നൊന്ന് പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഞാൻ അല്ലാ എന്ന് പറഞ്ഞതും എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. ഞാൻ അല്ലാഹുടെ പേര് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് സുബഹി വരെ ഇരുന്ന് കരഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്തു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെയെ കണ്ടിട്ടുള്ളൂ. അത് വേറെ ആരുമല്ല, എന്റെ ഭർത്താവാ. എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? പെങ്ങളെ, എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ?
ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? ഏത് കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയോ? ഉമർ തങ്ങൾ പാതിരാത്രി വീടിന്റെ പരിസരത്തുകൂടെ നടന്നുപോയപ്പോ ഉമ്മ പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ പറഞ്ഞപ്പോ ഉമ്മ അല്ല കാണുന്നുണ്ട് ഉമ്മ എന്ന് പറഞ്ഞ യതീമായ മകളെ നിനക്കോർമ്മയുണ്ടോ? ആ യതീമായ മകളെ നിനക്കോർമ്മയുണ്ടോ? ആ പെണ്ണിന്റെ കുടുംബത്തിൽ ജനിച്ച മകനാ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഇതുകൊണ്ടാ പറയുന്നത് ദീനുള്ളതിനെ വിവാഹം കഴിക്കാൻ, ദീനുള്ളതിനെ വേണം പരിഗണിക്കാൻ. അതുകൊണ്ട് നിർത്തുകയാ. അല്ല പറയുകയാ വകാനൂ ലനാ ഖശീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.